നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവർത്തകരോട് ക്ഷുഭിതനായി ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആള് കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതുമാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ മത്സരത്തിനില്ലെന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും നേതാക്കളോടും പ്രവർത്തകരോടും സുരേഷ് ഗോപി ഭീഷണി മുഴക്കുകയായിരുന്നു. സുരേഷ് ഗോപി ശാസ്താംപൂവം ആദിവാസി കോളനി സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രവർത്തകരോടും നേതാക്കളോടും ക്ഷുഭിതനായത്. രാവിലെ കോളനിയിലെത്തുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമായിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ചില വീടുകളിൽ എത്തിയപ്പോൾ വാതിലുകൾ അടച്ചിട്ടിരുന്നു. ഇതോടെ സുരേഷ് ഗോപി പിണങ്ങി വാഹനത്തിലേക്ക് തിരിച്ചു കയറി. പിന്നീട് കാരിക്കടവ് നിന്ന് ഉൾപ്പെടെ പ്രവർത്തകർ കൂടുതൽ പേരെ എത്തിച്ച് സുരേഷ് ഗോപി അനുനയിപ്പിച്ചു. എന്നാൽ വോട്ടർ പട്ടികയിൽ 25 പേരുടെ പേര് ഇനിയും ചേർക്കാനുള്ളത് വിവരം അറിഞ്ഞതോടെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു. താൻ നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്നും വേണ്ടി വന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. അടുപ്പിക്കാത്തയിടത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത്? എന്താവശ്യത്തിനാണ്? എനിക്ക് വോട്ട് വാങ്ങിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം. ബൂത്തുകാർ ഇത് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞു. നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം. എനിക്ക് ഒരു താല്പര്യവുമില്ല. ഭയങ്കര കഷ്ടമാണ് ഇത് കേട്ടോ എന്നും നടൻ പ്രവർത്തകരോട് പറയുകയുണ്ടായി. സുരേഷ് ഗോപി ക്ഷുഭിതനായി സംസാരിക്കുന്ന വേളയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനിടയിൽ പ്രവർത്തകരിൽ ചിലർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല. ശാസ്താംപൂവം കോളനിയിലെ അന്തേവാസികൾ കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ നേരത്താണ് സുരേഷ് ഗോപി അവിടെ എത്തിയതെന്നാണ് സൂചന. എന്നാൽ കൂടുതൽ ആളുകൾ എത്താതിരുന്നതോടെ താരം കുപിതനാവുകയായിരുന്നു. ഒടുവിൽ ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇടപെടൽ നടത്താമെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയാണ് സുരേഷ് ഗോപി അനുനയിപ്പിച്ച് തുടർ പരിപാടികൾക്കായി കൊണ്ടുപോയത്. പ്രവർത്തകരെ കാണാത്തതിൽ ക്ഷുഭിതനായ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സുരേഷ് ഗോപി ട്രോളിക്കൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. കുറിപ്പ് ഇങ്ങനെ: സുരേഷ് ഗോപിയെ ട്രോളി മന്ത്രി വി ശിവൻകുട്ടി. പ്രവർത്തിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരാൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്ന് കേട്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. സൂപ്പർ താരമായ സുരേഷ് ഗോപിയുടെ വരവോടെ മണ്ഡലത്തിന്റെ ഗ്രാഫ് കുത്തനെ കുതിച്ചു വരികയായിരുന്നു. ഇതിനിടെ മണ്ഡലത്തിൽ സർപ്രൈസ് നീക്കം നടത്തിയ കോൺഗ്രസ് കെ മുരളീധരനെ രംഗത്തിറക്കിയത് പദ്ധതികൾ ഒരുക്കുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടി VS സുനിൽകുമാറും മത്സരത്തിന് രംഗത്തുണ്ട്. ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത്. പത്മജ വേണുഗോപാലിന്റെ കൂടി വരവോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന കണക്കുകൂട്ടലാണ് BJP. എന്നാൽ മുരളീധരന്റെ ബലത്തിൽ ജയം സുനിശ്ചിതമാണെന്ന് കോൺഗ്രസും. മണ്ഡലത്തിലെ ചിരപരിചിതൻ എന്ന ലേബലുള്ള സുനിൽകുമാറിലൂടെ ഇവിടം തിരിച്ചുപിടിക്കാമെന്ന് ഇടതുമുന്നണിയും കരുതുന്നു.